Hey all, welcome to Live and Learn with Ash. So, ഇന്നൊരു കുട്ടി ട്രാവൽ വ്ളോഗാണ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഈശ യോഗ സെൻറ്റർ. സോ തമിഴ്നാട് കോയമ്പത്തൂരുള്ള ഈശ യോഗ സെൻറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. മെയിൻ കോയമ്പത്തൂർ സിറ്റിയിൽ നിന്നും ഓൾമോസ്റ്റ് 40 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ട് വേണം ഇവിടെ എത്താനായിട്ട്. ആൻഡ് 1992 സദ്ഗുരു എന്ന് പറയുന്ന യോഗ ആചാര്യൻ ആൻഡ് സ്പിരിച്വൽ ഗുരു അദ്ദേഹമാണ് ആക്ച്വലി ഈ ഒരു യോഗ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് സോ ഒരു 33 ഇയേഴ്സ് ആയിട്ട് ഈ ഒരു യോഗ സെൻറ്റർ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഫേമസ് ആവുന്നത് ഇവിടെ ആദിയോഗി സ്റ്റാച്യു, ഒരു വലിയൊരു നമ്മൾ കാണുന്നില്ലേ ശിവൻ്റെ ആ ഒരു സ്റ്റാച്യു, അത് പണി കഴിപ്പിച്ചതിന് ശേഷമാണ്. അത് 2017 വന്നത്. അതിന് ശേഷമാണ് ഇത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയതും ഒത്തിരി എന്താ പറയുക ഫോറിനേഴ്സ് മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലുള്ളവരും ഒത്തിരി പേര് ഇത് കാണാൻ വരുന്നുണ്ട്. കയറി വരുന്ന കവാടം തന്നെ നിങ്ങൾ കണ്ടു കാണും, ഒത്തിരി ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതിനുള്ളിൽ അത്യാവശ്യം നടക്കാനുണ്ട്. സോ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ആദ്യമൊക്കെ സ്റ്റാച്യുവിൻ്റെ അടുത്ത് വരെ നിങ്ങൾക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഒരു പർട്ടിക്കുലർ ദൂരത്ത് നിങ്ങൾ കാർ പാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് കുറച്ചധികം നടന്നിട്ട് വേണം അങ്ങോട്ടേക്ക് എത്താൻ. ആക്ച്വലി ഇത് ഇത്രയും സ്ഥലം ഇവിടെ വരാൻ കാരണം ഈ സ്ഥലത്താണ് ആക്ച്വലി ഇവരുടെ എന്താ പറയുക ശിവരാത്രി സെലിബ്രേഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒത്തിരി ആൾക്കാർ ക്രൗഡ് ഗ്യാതറിങ് ഒത്തിരി വരുന്ന ഒരു ഏരിയ ആണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ആക്ച്വലി ഇത്രയും സ്ഥലം ഇവിടെ വാങ്ങിയിട്ടേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മലയുടെ താഴ്വാരത്തിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. വെലങ്കിരി ഹിൽസിൻ്റെ വളരെ അടുത്താണ്. നമുക്ക് കാണാൻ പറ്റും, വളരെ ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് ആ ഒരു മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്നത് കാരണം കുറച്ച് രാവിലെയാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു 7-7:30 വെച്ച് തന്നെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം തിരക്കില്ലാതെ കയറി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ വന്നത്. വൈകുന്നേര സമയത്ത് ആക്ച്വലി ഈ ഒരു സ്റ്റാച്യൂവിൽ ഒരു ലൈറ്റ് ഷോയും കൂടെ ഉണ്ട്. അത് വളരെ ഫേമസ് ആണ്. അതൊരു 7-7 വൈകുന്നേരം 7-7:30 ആ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുക. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, അതിന് ടിക്കറ്റോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ആൻഡ് നിങ്ങൾക്ക് കാണാം ആദ്യം ഈ സ്റ്റാച്യൂവിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ടെമ്പിൾ പോലത്തെ സെറ്റപ്പ് ഉണ്ട്. ക്ഷേത്രമല്ല എങ്കിലും അവിടെ എപ്പോഴും പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. കുറച്ച് സ്റ്റെപ്സ് കയറി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. പിന്നെ ഞങ്ങൾ പോയത് ഏത് സമയത്താണ്, പൂജവെപ്പിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ നവരാത്രിക്കൊക്കെ പൂജിക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ആക്ച്വലി ബംഗാളിലൊക്കെ ഉള്ള പോലെ ഒരു ദുർഗാദേവിയുടെ ഒരു പ്രതിമയും പിന്നെ പൂജ ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. പൂജവെപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് അത്. പിന്നെ ഇതാ ഈ കാണുന്നതാണ് ആദിയോഗി സ്റ്റാച്യുവിൻ്റെ ലൈക്ക് ബാക്ക് വ്യൂ എന്ന് പറയുന്നത്, പിൻവശം. ശരിക്കും ഇവരുടെ യോഗ സെൻറ്ററിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ആദിയോഗി സ്റ്റാച്യു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 10-12 മിനിറ്റോളം നിങ്ങൾ നടക്കേണ്ടി വരും. ചുറ്റുമുള്ള വ്യൂ ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. കുറച്ചധികം നെൽപ്പാടങ്ങൾ അവിടെയുണ്ട്. പിന്നെ നടന്നു പോകുന്ന വഴിക്ക് ചുറ്റും ഒരു മരം നട്ടിട്ടുണ്ട്. അതിൽ നിറയെ വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ട്. അതിന് വളരെ നല്ലൊരു പ്രത്യേക മണമുണ്ട്, വളരെ ലൈറ്റായിട്ടുള്ളൊരു മണം. ആക്ച്വലി ഇത് പാലപ്പൂവാണെന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. രാത്രിയാണ് അത് പൂക്കുന്നത്. സോ ആ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ അതിൻ്റെ മണം അറിയാൻ പറ്റാമെന്നാണ് പറഞ്ഞത്. ആൻഡ് അത് മാത്രമല്ല ഞങ്ങൾ പോയ സമയത്ത് കുറേ അധികം മയിലുകൾ അവിടെ ചുറ്റും ഓടിച്ചാടി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ലക്കിലി ഞങ്ങൾ പോയ സമയത്ത് ചെറിയ മഴ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിലായി. ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് അവിടെ മഴവില്ലും കാണാൻ പറ്റി. വളരെ ക്ലിയർ ആയിട്ട് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏതാണ്ട് ധ്യാനലിംഗയുടെ അടുത്ത് എത്താറായി. ആൻഡ് ഇവിടെ ചെറിയൊരു ഗോശാലയുണ്ട്. ആക്ച്വലി ഇവിടെയുള്ള കാളകൾ കുറച്ച് കഴിയുമ്പോൾ ഇവരെയൊക്കെ കാളവണ്ടി ചുമക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ആൾക്കാർക്ക് നടന്നു വരാൻ ഇത്രയധികം ദൂരം നടന്നു വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ കയറി വരാവുന്നതാണ്. വീണ്ടും ഒരു ചെറിയ ശിവന്റെ പ്രതിമ. ഇവിടെ നമ്മൾ ആക്ച്വലി നമ്മുടെ ഫോണും ബാഗും ഒക്കെ വെച്ചിട്ട് വേണം നമുക്ക് ആ ധ്യാനലിംഗ എന്ന് പറയുന്ന ആ ഒരു ശരിക്കും ആ ഒരു യോഗ സെൻറ്റർ ആ ഒരു ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കവാടമൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒരു ബാഹുബലി സ്റ്റൈലിൽ തന്നെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ വരെ മാത്രമേ നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുളം, ഒരു നന്ദിയുടെ പ്രതിമ, പിന്നെ ഒരു ടെമ്പിൾ പോലത്തെ സെറ്റപ്പ്, പിന്നെ ശരിക്കും ധ്യാനലിംഗ, അവരുടെ യോഗ സെൻറ്റർ, പിന്നെ സൂര്യകുണ്ഡം എന്ന് പറഞ്ഞിട്ട് ബോയ്സിനെ കുളിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടും ചന്ദ്രകുണ്ഡം എന്ന് പറഞ്ഞിട്ട് ഗേൾസിനെ കുളിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് രണ്ട് കൽപ്പടവൊക്കെ വെച്ചിട്ടുള്ള ട്രഡീഷണൽ രീതിയിൽ ഒരു കുളം പോലത്തെ സെറ്റപ്പും ഉണ്ട്. അതൊക്കെ ഇതിനുള്ളിലാണ്. പക്ഷേ ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിംഗ് ഉണ്ട്. ഇതിനുള്ളിലേക്ക് ക്യാമറയോ ഫോണോ ഒന്നും അലൗഡ് അല്ല. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കയറി കണ്ടിട്ട് വന്ന സമയത്ത് നേരത്തെ മഴവില്ലൊക്കെ കണ്ടല്ലോ. സോ ഒബ്വിയസ്ലി ഞങ്ങൾ മഴ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മഴയായിരുന്നു. മഴയത്ത് അവിടെ ആക്ച്വലി ഈ ധ്യാനലിംഗയുടെ എൻട്രൻസിന് തൊട്ടടുത്ത് തന്നെയുള്ള കഫറ്റേരിയയിൽ കയറി
ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. പുറത്ത് ബുക്ക് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടെങ്കിലും കുറേ പേര് അവിടെ ക്യൂ നിന്ന് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ പതിയെ നടന്ന്, ആക്ച്വലി നല്ലൊരു ഫീലാണ്. ഫ്രീ യോഗ സെഷനൊക്കെ അവർ തരും. ഒരു 10 മിനിറ്റ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അത് ആക്ച്വലി വേറൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ആദിയോഗി സ്റ്റാച്ചു ഓൾസോ വെരി ബ്യൂട്ടിഫുൾ ടു വാച്ച്. ഇനി ഒരു ദിവസം ഈവനിങ് വന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ ലൈറ്റ് ഷോ ഫുള്ളായിട്ട് വീഡിയോ എടുത്ത് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ട്രാവൽ വ്ലോഗാണെന്ന് അറിയാം. എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്രയൊക്കെയുള്ളൂ. സോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.